അസ്സലാമു അലൈക്കും. ഞാൻ ടർക്കിഷ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തപ്പോൾ കുറേ മെസ്സേജസ് വന്നിരുന്നു. ഈ റെസിപ്പി കുറേ പേര് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നെ ഫോളോ ചെയ്യേണ്ട പണ്ട് മുതലേ ഫോളോ ചെയ്യണതാണ്. ഇപ്പോൾ അതിൻ്റെ വീഡിയോ വർക്ക് ചെയ്യണില്ല. ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും ഒന്ന് വീഡിയോ ഇട്ടുതരുമോ, യൂട്യൂബിൽ ഇട്ടുതരുമോ? അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ടർക്കിഷ് മിൽക്ക് കേക്ക് ഞാൻ കഴിക്കുന്നത് ഹാഫിസ് അൽ മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡെസേർട്ട് പാർലറിൽ നിന്നാണ് കഴിക്കുന്നത്. നമ്മൾ 2019 കോവിഡിന് മുന്നൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഇസ്താംബുളിൽ. അന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ആ ടേസ്റ്റിനെ കൊണ്ട് അടുപ്പിച്ച് 3 ദിവസം ഇതന്നെ ഞാൻ കഴിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് അന്നാണ് മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞ സംഭവം കഴിക്കുന്നത്. തിരിച്ചു വന്നാൽ എന്തായാലും ഈ റെസിപ്പി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ട്രൈ ചെയ്തിരുന്നു. യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറേ യൂട്യൂബിൽ ടർക്കിഷ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടാണ് അന്ന് ട്രൈ ചെയ്തത്. റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഹിറ്റായിരുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാം പഴയ വീഡിയോസൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കണത്. നമ്മൾ ആദ്യം ഒരു നല്ല സോഫ്റ്റ് സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ആ സ്പഞ്ച് കേക്കിന് നമ്മൾ ആ ടർക്കിഷ് മിൽക്ക് കേക്കിൻ്റെ ഫ്ലേവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ കേക്ക് ബീറ്റർ വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ മിക്സി തന്നെ മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ഉണ്ടാക്കാം, ഓവൻ ഇല്ലാണ്ടും നമുക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ മേലെയും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തുടങ്ങാം കേട്ടോ റെസിപ്പിയിൽ. ഞാൻ ഇവിടെ മിക്സിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. എല്ലാ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി. 1 കപ്പ് പഞ്ചസാരയൊക്കെ നമ്മൾ 4 കോഴിമുട്ട ഇടണം. ചെറുതാണെങ്കിൽ 5 കോഴിമുട്ട ഇടാം. എന്നിട്ട് ഈ പഞ്ചസാരയും കോഴിമുട്ടയും കൂടി നല്ലോണം അടിക്കണം. നമ്മൾ നല്ല യെല്ലോ കളർ ആവണ വരെ, നല്ല അതിൻ്റെ സൈസ് ഡബിൾ ആവണ വരെ നമ്മൾ അടിക്കും. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1 കപ്പ് ഓയിലും 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടിട്ടാണ് ഒന്നും കൂടി നമ്മൾ ഇത് ബീറ്റ് ചെയ്യും. അപ്പോൾ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി മിക്സ് ആവും. ഈ ക്രീമി മിക്സിലേക്ക് ഇനിയാണ് നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് സിഫ്റ്റ് ചെയ്ത് വെച്ചത് ആ മിക്സാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ, ആ മൈദയിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതാണ്. അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഒരു അരിപ്പയിൽ സിഫ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഒറ്റ അടി. ഇനി അടിക്കണം എന്നില്ല, നമുക്കത് ഇങ്ങനെ ഫോർക്കോണ്ടോ സ്പൂണോണ്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്താലും മതി. ഒരിക്കലും കേക്ക് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. മൈദപ്പൊടി ഇട്ടതിന് ശേഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് കേക്ക് ഹാർഡാവുക. അപ്പോൾ അതെപ്പോഴും സൂക്ഷിക്കുക. എന്നിട്ട് നമ്മളൊരു ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ഗ്രീസ് ചെയ്തിട്ട് ബേക്കിംഗ് പേപ്പർ ഇടണമെങ്കിൽ ഇട്ടിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ ഒരു 10-15 മിനിറ്റ് അവൻ ഓൾറെഡി ചൂടാക്കി 180 ഡിഗ്രി സെൽഷ്യസ് അതിൽ നമ്മൾ ഈ മിക്സ് ഇട്ടിട്ട് നമ്മൾ ബേക്ക് ചെയ്യാണ്. 30 to 35 മിനിറ്റ്സ് ഓരോ ഓവൻ്റെ ചൂട് മാതിരിക്കും. മേലെയും താഴെ ഓണാക്കിയിട്ട് ഞാൻ മിഡിൽ റാക്കിലാണ് വെക്കുന്നത്. കേക്ക് ഇപ്പോൾ ബേക്കായിട്ടുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. അത് നമ്മൾ ഓവർ ബീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അത്ര സോഫ്റ്റ് സ്പഞ്ച് കിട്ടണം. ഇനി നമ്മൾ കേക്ക് ചൂടാറിന് ശേഷം, നല്ല ചൂടാറിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ടിട്ട് കേക്കിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം അതാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഈവൻ ആയിട്ടുള്ള സൈഡാവുക. അതിലേക്ക് നമ്മൾ ഇനി ഒരു മിൽക്ക് മിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ കണ്ടൻസ് മിൽക്ക്, പാല് അല്ലെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക്, ഇങ്ങനെ കുറുകിയ പാലില്ല, പാല്, പിന്നെ നമ്മൾ അതിലേക്ക് കണ്ടൻസ് മിൽക്കിലേക്ക് മധുരം പഞ്ചസാര ഇട്ടാലും മതി, ക്രീം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം എന്നല്ല, ഫോർക്ക് കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ പാൽ മിക്സ്, ഇതിൻ്റെ മിൽക്ക് മിക്സ് റെഡിയാണ്. ഇനി നമ്മൾ കേക്കിൽ ഫോർക്കിനെ കൊണ്ടോ കത്തിനെ കൊണ്ടോ ടൂത്ത്പിക്കിനോണ്ടോ നല്ലോണം ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ മിൽക്ക് മിക്സ് നമ്മൾ കേക്കിൽ നല്ലോണം ഉപയോഗിക്കണം. നല്ലോണം കേക്കിൽ ജനറസ്ലി നമ്മൾ പോർ ചെയ്തിട്ട് എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കണം, സെറ്റായി. തണുത്ത് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ മേലെ നമ്മൾ വിപ്പിംഗ് ക്രീം, ഇതിൽ മധുരം ഇട്ടിട്ടും അടിക്കാം, അല്ലെങ്കിൽ മധുരം ഇല്ലാണ്ടുള്ള വിപ്പിംഗ് ക്രീം, ഒരു ലെയർ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിൻ്റെ മേലെ ഇതാക്കി കേക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം വീണ്ടും. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള കാരമൽ സോസ് ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ പഞ്ചസാര അതിലേക്ക് ഇത്തിരി വെള്ളം ഇട്ടിട്ട് നമ്മൾ അലിയിക്കാൻ പോവാണ്. ആദ്യം സ്റ്റിറൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ പാത്രത്തിനും കൊണ്ട് തന്നെ അങ്ങോട്ട് ഇളക്കിയാൽ മതി. നല്ലോണം അലിഞ്ഞ ഗോൾഡൻ കളറാകുമ്പോൾ കരിയണേ മുന്നേട്ടാ നമ്മളതിലേക്ക് ബട്ടറും ക്രീമും ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ക്രീം ഉപയോഗിക്കാം, തിക്ക് ക്രീമോ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ, ഏത് ക്രീമായാലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. അത് കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഈ കാരമൽ സോസ് നമ്മൾ ക്രീം ഇടുന്നത്. ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കട്ട മാതിരി ആവും. ആ കട്ട നമ്മളിങ്ങനെ ഒരു ചെറിയ ഫോർക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ വിപ്പിനെ കൊണ്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്താൽ മതി. ഏതെങ്കിലും സ്പാച്ചുലിനെ കൊണ്ട് മിക്സ് ചെയ്താൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി. നമുക്ക് അധികം ലൂസല്ല അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി. കാരമൽ നല്ലോണം ചൂടാറിയിട്ട് വേണം നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മേലൊക്കെ ഒഴിക്കാൻ. എൻ്റെത് ചൂടാറണേ മുന്നേ ഒഴിച്ചുകൊണ്ടാണ് വിപ്പിംഗ് ക്രീമും കാരമലും എല്ലാം കൂടി മെൽറ്റായിട്ട് ഇങ്ങനെ ആയിപ്പോയത്. എന്നിട്ട് ഞാൻ വീണ്ടും കഷ്ടപ്പെട്ടിട്ട് മേലെ വീണ്ടും വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് ഡിസൈൻ ആക്കിയത്. എന്തായാലും കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റെസിപ്പിയുടെ ഡീറ്റെയിൽസൊക്കെ താഴെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.